Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓറഞ്ച് വെച്ചിട്ട് എങ്ങനെ ഒരു ഹോം മെയ്ഡ് സോപ്പ് വീട്ടിൽ ഉണ്ടാക്കാം എന്നതാണ്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ 3 അല്ലി ഓറഞ്ച് എടുക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഓറഞ്ചും എടുക്കാം. അപ്പോൾ ഈ 3 അല്ലി ഓറഞ്ച് വന്നിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കാൻ പോവാണേ. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച ഒരു അരിപ്പ എടുത്തിട്ട് ഞാനിത് നന്നായി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാൻ പോവാണ്. ജ്യൂസ് മാത്രം മതി നമുക്ക്. സോ ഇത് നന്നായി ഒരു ജ്യൂസ് പരുവത്തിലാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡിയാണ്. ഇത് വന്ന് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള പോലെ ഒരു ജ്യൂസ് പരുവത്തിലാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഓറഞ്ചിൻ്റെ തൊലി വന്ന് നമ്മൾ വെയിലത്ത് നന്നായി ഉണക്കാൻ വെക്കുക. ഉണക്കി പൊടിച്ചെടുത്ത് ഈ സോപ്പ് മിക്സിൻ്റെ കൂടെ ആഡ് ചെയ്യാം. സോ ഞാൻ ഇവിടെ വന്നിട്ട് ഓറഞ്ചിൻ്റെ തോല് ഉണക്കി പൊടിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇതിപ്പോൾ നമുക്ക് പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്ക് വന്നിട്ട് ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഓയിലൊക്കെ കുറയാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആണ് ഓറഞ്ചിൻ്റെ തൊലി. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു സോപ്പ് ബേസ് എടുക്കുക. ഞാൻ ഇവിടെ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിയർ സോപ്പ് എടുക്കാം. ഏതെങ്കിലും ഒരു ട്രാൻസ്പെറൻറ്റ് സോപ്പ് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഒരു ട്രാൻസ്പെറൻറ്റ് സോപ്പ് എടുക്കുക. ഇപ്പോൾ ആ സോപ്പിനെ വന്നിട്ട് ഞാൻ ഡബിൾ ബോയിൽ മെത്തേഡിൽ ബോയിൽ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഇപ്പോൾ ഈ സോപ്പ് കഷ്ണം വന്നിട്ട് ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് മെൽറ്റാക്കി എടുക്കാൻ പോവാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ആദ്യമേ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ ഈ സോപ്പിനെ ഇറക്കി വെച്ച് ഇത്തിരി നേരത്തിൻ്റെ ഉള്ളിൽ ഇത് വന്നിട്ട് ഒരു ലിക്വിഡ് പരുവത്തിലായി കിട്ടും നമുക്ക്. ഇപ്പം നമ്മുടെ സോപ്പ് നന്നായി മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് നന്നായി മെൽറ്റ് ആവണ വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു തരിയൊന്നും ഇല്ലാണ്ട് നന്നായി മെൽറ്റായി കിട്ടണം നമുക്ക്. അപ്പം നമ്മുടെ സോപ്പ് ബേസ് ഒന്ന് നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഈ സോപ്പ് ബേസിന്റെ കൂടെ നമ്മൾ ഇവിടെ ഞാൻ അരിച്ചു വെച്ചിട്ടില്ല ഓറഞ്ച് ജ്യൂസ്. ആ ഓറഞ്ച് ജ്യൂസ് ഇതിനൊപ്പം ചേർത്തി കൊടുക്കാൻ പോവാണ്. ഈ ഓറഞ്ച് ജ്യൂസ് ഇതിനൊപ്പം ചേർത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓറഞ്ചിന്റെ പീൽ ഞാൻ പൊടിച്ചു വെച്ചിട്ടില്ലേ, ആ പീൽ വന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ഇടാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പീൽ ഇടാം, അല്ലെങ്കിൽ വന്നിട്ട് വേണ്ട. ഓപ്ഷണലാണ് ഇത്. അത് നിങ്ങളുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഇത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഓറഞ്ച് ജ്യൂസും ഓറഞ്ചിന്റെ പീലും ഈ സോപ്പ് ബേസിൽ വന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഒരു തരിയൊന്നും ഇല്ല, അവിടെ ഇവിടെയും ഒട്ടി പിടിക്കാണ്ട് വന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലത്തെ ഓറഞ്ച് ജ്യൂസ് വന്ന് വിറ്റാമിൻ സിയിൽ വന്നിട്ട് ഭയങ്കര റിച്ച് കണ്ടന്റ് ആണ്. സോ നമ്മുടെ ഫേസിൽ വന്നിട്ട് ഏക്കനി മാർക്സും പിമ്പിൾസ് കുറയാനും സ്കിന്നിനെ വന്നിട്ട് ഈവൻ ടോൺ തരാനും ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന ഓറഞ്ചിന്റെ പീലും വന്നിട്ട് ഏറ്റവും യൂസ്ഫുൾ ആണ് ഈ പിമ്പിൾ സ്കിന്നൊക്കെ ഉള്ളവർക്ക്. ഇപ്പം ഞാൻ ഇതിലോട്ട് വിറ്റാമിൻ ഇയുടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വിറ്റാമിൻ ഇ ഓയിൽ ഇല്ലാത്തവർക്ക് വന്നിട്ട് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. നമ്മൾ എന്ത് ഓയിലാണ് വീട്ടിൽ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഓയിൽ യൂസ് ചെയ്യാം. അങ്ങനെയില്ല നിങ്ങൾക്ക് സ്മെല്ല് കിട്ടണമെങ്കിൽ ടീ ട്രീ ഓയിലോ എന്ത് എസെൻഷ്യൽ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്ത് കൊടുക്കാം. സോ ഇതിൽ ചേർത്തിരിക്കുന്ന വിറ്റാമിൻ ഇയും നമ്മുടെ സ്കിന്ന് വന്നിട്ട് ഏജിനിങ് ആവാനായിട്ട് ഇപ്പോൾ ചുരുങ്ങി പോകാനൊക്കെ വന്നിട്ട് പ്രിവെന്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സംഭവമാണ്. ഇതിന്റെ കൂടെ ഞാൻ അലോവേര ജെല്ല് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് അലോവേര ജെല്ലും എടുക്കാം. ഞാനിപ്പോൾ വന്ന് പതഞ്ജലിൻ്റെ അലോവേര ജെല്ലാണ് എടുക്കണേ. ഈ അലോവേര ജെൽ 1 ടേബിൾ സ്പൂൺ നമ്മുടെ സ്കിന്നിനെ വന്നിട്ട് സൂത്തൻ ചെയ്യാനും മോയ്സ്ചറൈസായി വെക്കാനായിട്ട് ഞാൻ അലോവേര ജെൽ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യണം. ഇപ്പോൾ കടയിൽ വാങ്ങുന്ന ജെല്ലൊക്കെ ആണെച്ചാൽ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പോൾ അത് നമ്മുടെ സോപ്പ് ബേസിൽ നന്നായി അലീന വരിക്കും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സോ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ബബിൾസ് ഇല്ലാത്ത പോലെ നോക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോപ്പിനെ വന്നിട്ട് റെഫ്രിജറേറ്ററിൽ വെക്കുമ്പോൾ ബബിൾസ് ഉണ്ടെങ്കിൽ സോപ്പ് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സോ ബബിൾസ് ഇല്ലാണ്ട് നോക്കാം. ഇപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് പാത്രത്തിൽ വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക.
നമ്മുടെ സോപ്പ് ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ ഈ വെളിച്ചെണ്ണ നന്നായി തേച്ച് കൊടുത്തേ പിന്നെ നമ്മുടെ ഈ മിക്സ്ചറില്ലേ സോപ്പൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ്ചർ വന്നിട്ട് ഇതിലോട്ട് നന്നായി ആഡ് ചെയ്ത് കൊടുക്കാണ്. ഇതിൽ വന്നിട്ട് തരിയൊന്നും ഇല്ലാത്ത പോലെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ബിക്കോസ് തരി ഉണ്ടെങ്കിൽ നമ്മുടെ സോപ്പ് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സോ ആ തരിയൊക്കെ എടുക്കാനായിട്ട് ഞാൻ ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കുകയാണേ. എന്നിട്ട് ഈ മിക്സ്ചർ വന്നിട്ട് നമ്മൾ നോർമൽ ഫ്രീസറിൽ വെക്കാണ്ട് നോർമൽ ഫ്രിഡ്ജിന്റെ ടെമ്പറേച്ചറിൽ വന്നിട്ട് 1 to 2 മണിക്കൂർ ഇതൊന്ന് കട്ടിയാവണമായിരിക്കും എടുക്കുക. അങ്ങനെയല്ലേ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും മതി. ഇപ്പോൾ ഭയങ്കര ചൂടല്ല, അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുക. ഫ്രിഡ്ജിൽ നോർമലായിട്ട് 1 to 2 മണിക്കൂർ വെച്ചിട്ട് എടുത്ത് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ഇത് എങ്ങനെയുണ്ടെന്ന്. സോ നമ്മുടെ സോപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സോ ഹോം മെയ്ഡ് സോപ്പ് നമ്മുടെ സ്കിന്നിന് വന്നിട്ട് ഒത്തിരി നല്ലതാണ്. ഇത് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യൂ. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. നിങ്ങളുടെ കമൻറ്റ് വന്ന് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. സോ താങ്ക് യു ഫ്രണ്ട്സ്, ടേക്ക് കെയർ.